നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സിനിമയുടെ പേരാണ് വൈ ഡൂര്യം. ബട്ട് വൈ, എന്തിനിങ്ങനത്തെ സിനിമകൾ പടച്ചുവിടുന്നു? ഈ സിനിമയിൽ നായകനായി അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മെഗാസ്റ്റാർ കൈലേഷ് അണ്ണനാണ്. ഈ സിനിമയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ഇടയിലൊക്കെ യുവന്മാർ കാവ്യാത്മകത നിറഞ്ഞ കുറേ ഡയലോഗുകളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ എന്തൊക്കെയോ വെട്ടിത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ നിറം പകർന്ന് ഓക്കെ ശരി. എന്നിട്ട് ഉറങ്ങി ഉണരുന്ന ഈ ഗ്രാമത്തിന് മനസ്സിന്റെ ആഴങ്ങളിൽ നിറം പകർന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന ഈ നഗരമോ? വായി തോന്നുന്നതങ്ങ് വിളിച്ചു പറയാണ്. നീ എന്താ ഈ പറയണത്? ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. സ്നേഹത്തിന്റെ നൊമ്പരങ്ങൾ സ്വന്തം ബന്ധങ്ങളിൽ രക്തം ചാലിച്ച് പകയും വിദ്വേഷവും സ്വന്തം നിഴലിന്റെ തണുപ്പുള്ള മണ്ണിൽ സ്നേഹത്തെ വാർത്തെടുത്ത് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറഞ്ഞതിന് വായി തോന്നിയത് എഴുതി വെച്ചിരിക്കുകയാണ്. സ്നേഹത്തെ വാർത്തെടുത്ത് ഹൃദയമെന്ന ചൂളയിൽ ചുട്ടെടുത്ത പ്രണയത്തിന്റെ കഥ. സ്വന്തം നിഴലിന്റെ തണുപ്പുള്ള മണ്ണിൽ ചുട്ടെടുത്ത പ്രണയത്തിന്റെ കഥയെന്ന്. ചുട്ടെടുക്കാൻ ഇത് എന്തുവാടെ, വല്ല ദോഷയോ ഒപ്പോ വല്ലോ ആണോ? അതെങ്ങനെ? കലാപതുള്ളവനോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഒരു പൊട്ടിത്തെറി, അതാണ് ജീവിതം. ഞാൻ പറയുന്നത് ഗായത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇവളാണ് ഈ സിനിമയിലെ കൈലാഷ് അണ്ണന്റെ നായിക. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവൾ എന്തോ കൈലാഷ് അണ്ണനെ ഡിവോഴ്സ് ചെയ്യാനുള്ള അവസാനഘട്ട ക്ലാസ് കേൾക്കുകയാണെന്ന്. സ്ത്രീയായി ജനിച്ചാൽ യാതനകൾ തരണം ചെയ്യണം, എങ്കിലേ അവൾ പൂർണ്ണതയിലാവൂ. ഇവള് ഭർത്താവുമായിട്ട് അടിച്ചു പിരിഞ്ഞ് ഡിവോഴ്സ് കേസ് നടത്താൻ വന്ന ഒരാളല്ല. ഇവളുടെ അമ്മാവൻ തട്ടിയെടുത്ത് ഇവളുടെ സ്വത്ത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് കേസ് നടത്താനായി ഒരു വക്കീലിനെ കാണാൻ വന്നതാണ്. ആ അവളോടാണ് സ്ത്രീയാണെങ്കിൽ എല്ലാം സഹിക്കണം എന്നൊക്കെ ഉള്ള സഹനത്തിന്റെ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ എടുക്കുന്നത് ഈ പെണ്ണുപിള്ള. എന്റെ പെരുങ്ങോട്ടുകാരിയപ്പ ഒരു വഴി കാണിച്ചു തരണേ. ഒരു വഴി വെച്ചല്ലേ ആ കേട്ടത്? എന്താണ് ഗൈസ് അവള് പറഞ്ഞത്? ഒരിക്കൽ കൂടെ നോക്കാം. എന്റെ പെരുങ്ങോട്ടുകാരിയപ്പ ഒരു വഴി കാണിച്ചു തരണേ. അതിപ്പോ വഴി കാണിച്ചു തരികയെന്നൊക്കെ പറഞ്ഞാല് ആ വാര്യരെ ഈ കുട്ടിക്കൊരു വളി കാണിച്ചു കൊടുക്കുമെന്നാ ചോദിക്കണേ. ആ വളയാണെങ്കിൽ കാണിച്ചു തരാൻ പറ്റില്ല, കേൾപ്പിച്ചെന്നാ മതിയോ? അങ്ങനെ വളി കാണാൻ പറ്റാത്ത തന്നെ ദേഷ്യത്തിൽ നമ്മുടെ നായക എണീറ്റ് പോവുകയാണ്. അല്ല, ഞാൻ ഈ ചേച്ചി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഗായ്സ്, ഇത് നമ്മുടെ വസുന്ധര ചേച്ചിയല്ലേ? ഗായ്സ്, വസുന്ധര ചേച്ചിയാണിത്. അല്ലാന്ന് ആരാ പറഞ്ഞേ? ഇത് തന്നെയാ മോളെ, ഞാനിത് പറയാൻ മറന്നുപോയി. ബാലൻകുട്ടി വന്നിരുന്നു. നമ്മുടെ വസുന്ധര ചേച്ചി പറഞ്ഞത് ബാലൻ കുട്ടി എന്നാണ്. ബാലൻ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടി എന്നാണ് അർത്ഥം. കുട്ടി എന്ന് പറഞ്ഞാൽ ബാലൻ എന്നാണ് അർത്ഥം. അപ്പോൾ ബാലൻ കുട്ടി എന്ന് പറഞ്ഞാൽ ബാലൻ ബാലൻ എന്നാണ് അർത്ഥം. അപ്പോൾ ബാലൻ ബാലൻ എന്ന് പറയുമ്പോൾ രണ്ട് ബാലൻ. അപ്പോൾ ബാലൻ ബാലനെ നമുക്ക് ബാബാല എന്ന് വിളിക്കാം. ബാബാല പേര് ചോദിച്ചു തപ്പണ്ട. ബാബാല മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ വിട്ടുപോയി. അല്ല ഗായ്സ്, ബാലൻകുട്ടിയെ നമ്മൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി പാട്ടിന്റെ വരവാണ്. ഈ പാട്ടിലൂടെ നമ്മൾ കൈലാഷ് അണ്ണനെ അവതരിപ്പിക്കാം. കൈലാഷ് അണ്ണനെ മ്യാരക അഭിനയം കണ്ടില്ല ഗായ്സ്. ഗായ്സ്, ഈ സിനിമയിൽ നമ്മുടെ കൈലാഷ് അണ്ണ ഒരു ഇന്ത്യൻ മിലിറ്ററി ഉദ്യോഗസ്ഥനായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ കൈലാഷ് അണ്ണല്ലേ ആള്. അണ്ണൻ വിടോ. അണ്ണ 1 കിലോ വെണ്ടയ്ക്ക് വാങ്ങി ഒരു മാല ഉണ്ടാക്കി കഴുത്തിലിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് കിരീടം ഉണ്ടാക്കി തലയിൽ വെച്ച് ഇത് കണ്ട ക്യാമറമാൻ 4 വെണ്ടയ്ക്ക എടുത്ത് ക്യാമറയിൽ ഒട്ടിച്ചു വെച്ചത് ചിത്രീകരിച്ച് പിന്നെ അവിടെ കിടന്ന പച്ചക്കറിയൊക്കെ സ്വയം എഴുന്നേറ്റ് നടന്ന് വീടിനകത്തേക്ക് കയറിപ്പോയി. യെസ്, ഞാൻ ഇതൊക്കെ വിശദീകരിക്കേണ്ടി വന്നാൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യൻ മിലിറ്ററിയോട് ഞാൻ എൻ്റെ ഖേദം പ്രകടിപ്പിക്കും. ഇവൾ ഒരു MP-യുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബാബുരാജിന്റെ അടുത്തൊരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി ചെല്ലുകയാണ്. സാർ, എനിക്ക് പെരിങ്ങോട്ടുകാരെ MP എന്ന നിലയിൽ ഒരു റെക്കമെൻഡ് ലെറ്റർ തരണം. ഓ, അതിനെന്താ? പക്ഷെ ബാബുരാജൻ ഇതിന് പകരമായിട്ട് വേറെന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് കേട്ട ഇവള് ഒരു പ്രബന്ധം അവതരിപ്പിക്കും. ഇത്രയും ആദർശങ്ങൾ പറയുന്ന ചേച്ചിയാണ് ഇത്രയും മോശക്കാരനായ ഒരു രാഷ്ട്രീയക്കാരന്റെ അടുത്ത് റെക്കമെൻഡേഷൻ ലെറ്ററിന് വന്നത്. സാർ, എനിക്ക് പെരിങ്ങോട്ടുകാരെ MP എന്ന നിലയിൽ ഒരു റെക്കമെൻഡ് ലെറ്റർ അതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ചേച്ചി ഇത്തരം ആരോപണങ്ങളൊന്നും ഉന്നയിക്കില്ലായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു വൃത്തിയുടെ രാഷ്ട്രീയക്കാരൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റർ വാങ്ങുന്നതിനും ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ല. അത് കിട്ടില്ല എന്നായപ്പോഴാണ് ഈ ആരോപണങ്ങളൊക്കെ പുറത്തു വന്നത്. ചേച്ചിയുടെ ആദർശം കണ്ടില്ലേ? അങ്ങനെ സിനിമയുടെ പാതിയാകുമ്പോൾ വീണ്ടും കാവ്യാത്മകത കുത്തിക്കയറ്റൽ തുടങ്ങും. ഗ്രാമസംഗീതം ശ്രുതിലയമായ താളത്തിൽ മിന്നാടകൾ ചാർത്തുന്ന സന്ധ്യ.
ഓക്കെ, ഇതൊക്കെ നമുക്ക് സഹിക്കാം. സ്വപ്നം കാണുന്നവർക്ക് മോഹങ്ങൾ ബാക്കി വെച്ച് ചേക്കേറുന്ന സായന്തനം. അന്നാണ് ശ്രീകുട്ടൻ പെരുങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് തിരിച്ചത്. സ്വപ്നം കാണുന്നവർക്ക് ഓക്കെ, മോഹങ്ങൾ ബാക്കി വെച്ച് ചേക്കേറുന്ന സായന്തനം. സ്വപ്നം കാണുന്നവർക്ക് മോഹങ്ങൾ ബാക്കി വെച്ച് ചേക്കേറുന്ന സായന്തനം. ഏവനാടെ ഇതൊക്കെ പടച്ചു വിടുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നവരേക്ക് വെറും മണ്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളാണല്ലോ ഇതൊക്കെ. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എന്തായാലും നമ്മുടെ കൈലാഷ് അണ്ണൻ മിലിറ്ററിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നതിന്റെ ഫ്ലാഷ് ബാക്ക് പറയാണ് ഇവര്. അങ്ങനെ നമ്മുടെ കൈലാഷ് അണ്ണൻ നാട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ഒരു പോലീസുകാരന്റെ മെക്കിട്ട് കയറി അയാളുടെ കയ്യിലിരിക്കുന്നത് മുഴുവൻ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഇങ്ങനെ കൈലാഷ് അണ്ണൻ ഇടി വാങ്ങിക്കൂട്ടുമ്പോൾ ഉദിച്ചു വന്നൊരു സൂര്യൻ അസ്തമിച്ച് തിരികെ ഇറങ്ങി പോകുന്ന ഒരു സീനാണ് ഡയറക്ടർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിലൂടെ ഈ സിനിമയുടെ ഡയറക്ടർ തന്നെ കൈലാഷ് അണ്ണനെ ഊക്കുവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ ഈ സിനിമ മറ്റൊരു പാട്ടിലേക്ക് വഴുതി വീഴുകയാണ് ഗൈസ്. ഈ പാട്ടിനുള്ളിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥാപാത്രങ്ങളെയും നമ്മൾ ഇതുവരെ ഈ സിനിമയിൽ കണ്ടിട്ടുള്ളവരോ നമുക്കറിയാവുന്നവരോ അല്ല. എന്തിന് ഈ സിനിമയിൽ ഈ ഒരു സമയത്ത് അനാവശ്യമായി ഒരു പാട്ട് കുത്തിക്കയറ്റി എന്ന് ചോദിച്ചാൽ ഇതൊരു മാട്ടപ്പടമാണ് ഗൈസ്. ഇതിലിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവൂ. മറ്റെന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇനി അങ്ങോട്ട് പാഴ് കോവിലിലെ ഉണ്ണിത്തമ്പുരാന്റെ കാലഘട്ടമാണ് കല്യാണിയമ്മേ. വാഴും കോവിലിടത്തെ ഉണ്ണിത്തമ്പുരാനെന്ന സാക്ഷാൽ ശ്രീകുട്ടൻ തമ്പുരാൻ. ക്യൂട്ട്നെസ് തന്നെ ഇത്. സാക്ഷാൽ പെരിങ്ങോട്ടുകര തേവരുടെ നീരാട്ട് കുളത്തി ഈ നേരത്ത് കുളിക്കാനുള്ള ധൈര്യം ഇന്ത്യൻ ആർമിയിലെ വാഴും കോവിലിടത്തെ ശ്രീകുട്ടൻ തമ്പുരാന് മാത്രമേ ഉള്ളൂന്ന്. ഇന്ത്യൻ ആർമിയിലെ പാഴ് കോവിലകോ? ഇന്ത്യൻ ആർമിയിൽ അങ്ങനെ ഒരു ബറ്റാലിയൻ തുടങ്ങിയോ? ഈ സിനിമയിൽ ഉടനീളം ഇവൻ ഈ പാഴ് കോവിലകത്തിന്റെ കഥ പറഞ്ഞ് വെറുപ്പിച്ച് കൊല വിളിക്കും കഴിയും. എന്റെ വാര് വല്ലാതെ ക്ഷീണിച്ചു. അങ്ങനെ നാട്ടിൻ പുറത്തെ കുറെ നന്മകളൊക്കെ വിളമ്പിയതിന് ശേഷം നമ്മുടെ പാഴ് കോവിലകത്തെ ശ്രീകുട്ടൻ തമ്പുരാൻ കാമുകിയുമായിട്ടുള്ള ചില രംഗങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താ അത് ഗൈസ്? ഇവളുടെ പല്ല് പോകുന്ന പോക്ക് കണ്ടില്ലേ ഗൈസ്? ഞാൻ ഈ സിനിമ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കണ്ടതെങ്കിലും ഈ സിനിമയിൽ ഒരുപാട് പാരനോർമൽ ആക്ടിവിറ്റീസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടത് നിങ്ങളെ കൂടി വിളിച്ച് കാണിക്കട്ടെ. അവളുടെ പല്ല് പോയ പോക്ക് നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അതുപോലെയാണ് ഈ ഒരു പ്രണയ ഗാനത്തിനിടയിൽ നമ്മുടെ കൈലാഷ് അണ്ണൻ ഒന്നിന് പോകാൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ കൈലാഷ് അണ്ണൻ്റെ പെരുമാറ്റം ഒരു സോംബിയെ പോലെയാണ്. കൈലാഷ് അണ്ണനെ നോക്കിയിട്ട് ഈ പെണ്ണ് സുന്ദരിക്ക് കണ്ണടച്ച് പൊട്ടുതൊടുന്നത് പോലെ വിരൽ വെച്ചിട്ട് ലക്ഷ്യബോധമില്ലാതെ എവിടെയോട്ട് കുത്തുന്നുണ്ട്. നോക്ക് ഗൈസ്, അവളുടെ കണ്ണ് പോയ പോക്ക് കണ്ടില്ലേ? ശരി, ഈ മീശൻ താടി വെച്ചാണോ കൊച്ചുകളി അഭ്യസിക്കുന്നത്? എന്താ ഒരു അഭിനയം! കൈലാഷ് അണ്ണൻ്റെ ഓവർ ആക്ടിങ് കണ്ടിട്ട് ബാലൻകുട്ടി വരെ കൈലാഷ് അണ്ണനെ സ്പോട്ടിൽ ഊക്കി വിടുന്നുണ്ട്. പഴം അസ്ഥാനത്ത് കുത്തിക്കയറ്റിയ പാട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ സ്റ്റണ്ടിൻ്റെ വരവാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൈലാഷ് അണ്ണനെ എവിടെ നിന്ന് ഇടി കിട്ടിയാലും അപ്പോൾ തന്നെ സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ കണ്ടാണ് പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കൈലാഷ് അണ്ണനെ കിട്ടിയപ്പോൾ ഉദിച്ചു വന്ന സൂര്യൻ സ്പോട്ടിൽ തന്നെ അസ്തമിച്ചു പോയത്. ഇതാ ഇപ്പോൾ രാത്രി കിടന്ന് അടിയുണ്ടാക്കുകയാണ് കൈലാഷ് അണ്ണൻ. കൈലാഷ് അണ്ണന് 2 ഇടി കിട്ടി കഴിയുമ്പോൾ സ്പോട്ടിൽ നേരം വിളിക്കുന്നു. അതായത് സൂര്യൻ ഉദിച്ചു വരികയാണ് ഗൈസ്. എന്തിനാണ് ഈ സൂര്യൻ ഈ കൈലാഷ് അണ്ണനെ ഇങ്ങനെ ചെയ്യുന്നത്? ഇനി കാണിക്കാൻ പോകുന്ന സീൻ വളരെ പോപ്പുലറാണ് ഗൈസ്. നമ്മുടെ കൈലാഷ് അണ്ണൻ ഓസ്കാർ ലെവൽ അഭിനയം കാഴ്ചവെച്ച ഒരു സീനാണിത്. ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. ഇതിപ്പോ ലാഭമായല്ലോ. 100 രൂപ കൊടുത്തതിന് 175 രൂപയുടെ അഭിനയൻ്റെ ഈ പൊട്ടിയ ലാങ്കമ്പി ചവിട്ടിയ പോലുള്ള അഭിനയം കണ്ടിട്ടും ഡയറക്ടർ കട്ട് പറയാത്തത് കണ്ട് ഈ സിനിമയും പൊട്ടിയെന്ന് മനസ്സിലാക്കിയ സായ് കുമാർ ദുഃഖിച്ചവിടെ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് കൈലാഷ് അണ്ണനെ കാണാതാവുന്നു. അവൻ്റെ കാമുകി അവനെ തപ്പി ഇറങ്ങുന്നു. എന്തൊക്കെയാണോ. ഒടുവിൽ ഇവക്കൊരു ലാപ്ടോപ്പ് കിട്ടുന്നു. അതിനകത്ത് കാണാതെ പോയ കൈലാഷ് അണ്ണൻ്റെ കുറച്ച് വിഷ്വൽസ് കാണുകയാണ് ഇവള്. കൈലാഷ് അണ്ണൻ കാണാതെ പോയതിന് തൊട്ട് മുന്നേ എടുത്ത ഫോട്ടോസാണിവ. നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? ഇത് ഫോട്ടോയാണ്, നാച്ചുറൽ ഫോട്ടോ, എഡിറ്റ് ഒന്നുമില്ല. എന്തുവാടെ ഇതൊക്കെ? കൈലാഷ് അണ്ണനെ അവിടെ വെട്ടി ഒട്ടിച്ച പോലെ ഉണ്ട്.
ആരെ ഫോട്ടോഷോപ്പിൽ നന്നായിട്ട് പണിതിട്ടുണ്ട്. ഇതിലെന്തോ പന്ത് കണ്ടില്ലേ ഗൈസ്, ഇത് ഗ്രീൻ സ്ക്രീൻ തന്നെയാണ് ഗൈസ്. ഇത് 6 പേരും 6 സ്റ്റുഡിയോയിൽ പോയി എടുത്തു വെച്ച ഫോട്ടോസ് സംയോജിപ്പിച്ചങ്ങ് വെച്ചേക്കുവാണ്. എന്നിട്ട് അതിൽ നിൽക്കുന്ന 7 പേരും 7 ദിശയിലേക്കാണ് നോക്കുന്നത്. അല്ല കൈലാഷണ, നിങ്ങളെ കാണാണ്ട് പോയതല്ലേ? അതിന് മുന്നേ എടുത്ത ഫോട്ടോസ് അല്ലേ ഇതൊക്കെ? അല്ല മോളു, ഇവനെ കാണാണ്ട് പോയിട്ട് നിങ്ങൾ പരിസരത്തുള്ള സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് അന്വേഷിച്ചോ? ഉറപ്പല്ലേ കൈലാഷണ അവിടെ കാണും. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഗൈസ്, ബാലൻകുട്ടിയാണ് നമ്മുടെ കൈലാഷണനെ തട്ടിക്കൊണ്ടുപോയത്. എന്തൊക്കെയാണോ. പിന്നെ ഈ ബാലൻകുട്ടിയും കൈലാഷണനും തമ്മിലുള്ള സ്റ്റണ്ടാണ്. പിന്നെ അതിനിടയ്ക്ക് കാമുകി വന്ന് രക്ഷിക്കാനായിട്ട് ഈ കാട്ടിൽ വരുന്നു, എന്തൊക്കെയാ ചെയ്യുന്നു. പക്ഷെ അതൊന്നും അല്ല ഗൈസ്, ഈ കൈലാഷണന് 2-3 ഇടി കിട്ടുന്നുണ്ട്. ഈ ഇടി കിട്ടുമ്പോഴുള്ള കൈലാഷണൻ്റെ നിലവിളി കേട്ടാൽ പെറ്റ തള്ള സഹിക്കൂല. കണ്ടു നിന്ന് എനിക്ക് തന്നെ വേദന എടുക്കുന്നു. പ്രസവ വേദനയേക്കാൾ ഭയാനകം. ഒരു ഇന്ത്യൻ മിലിറ്ററി ഉദ്യോഗസ്ഥനാണ് ഈ കിടന്ന് മോങ്ങുന്നത്. ഇന്ത്യൻ മിലിറ്ററിയോടും നല്ലവരായ പ്രേക്ഷകരോടും മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്ന. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല.